ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം 16 മുതൽ 20 വരെയും സങ്കീർത്തനങ്ങൾ 18 മുതൽ 20 വരെയും. ഉൽപ്പത്തി അധ്യായം 16. ഹാഗാറും ഇസ്മായേലും. അബ്രാമിന്റെ ഭാര്യ സാറായി പ്രസവിച്ചിരുന്നില്ല. അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഈജിപ്തുകാരിയായ ഒരു പരിചാരികയുണ്ടായിരുന്നു. സാറായി അബ്രാമിനോട് പറഞ്ഞു, ഇതാ പ്രസവിക്കുന്നതിൽ നിന്ന് കർത്താവ് എന്നെ തടഞ്ഞിരിക്കുന്നു. അങ്ങ് എൻ്റെ പരിചാരികയെ പ്രാപിക്കുക, ഒരു പക്ഷേ അവളിൽ നിന്ന് ഞാൻ പുത്രലബ്ധിയാകും. അബ്രാം സാറായിയുടെ വാക്ക് ശ്രവിച്ചു. അബ്രാമിന്റെ കാനാൻ ദേശവാസം 10 വർഷം പിന്നിട്ടപ്പോൾ അബ്രാമിന്റെ ഭാര്യ സാറായി തന്റെ പരിചാരികയായ ഈജിപ്തുകാരി ഹാഗാറിനെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി നൽകി. അവൻ ഹാഗാറിനെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ തന്റെ യജമാനത്തി അവളുടെ ദൃഷ്ടികളിൽ വിലകെട്ടവളായി തീർന്നു. അപ്പോൾ സാറായി അബ്രാമിനോട് പറഞ്ഞു, എന്റെ ദുരിതം നിങ്ങളുടെ മേൽ ആയിരിക്കട്ടെ. ഞാനാണ് എൻ്റെ പരിചാരികയെ നിങ്ങളുടെ മാറിലേക്ക് വിട്ടുതന്നത്. പക്ഷേ അവൾ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ ഞാൻ അവളുടെ ദൃഷ്ടികളിൽ വിലകെട്ടവളായി. എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് ന്യായം വിധിക്കട്ടെ. അബ്രാം സാറായിയോട് പറഞ്ഞു, ഇതാ നിന്റെ പരിചാരിക നിന്റെ കയ്യിൽ തന്നെയാണ്. നിന്റെ ദൃഷ്ടിയിൽ ശരിയായത് അവളോട് ചെയ്തു കൊള്ളുക. സാറായി അവളെ കഷ്ടപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അവൾ അവളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ കർത്താവിന്റെ ദൂതൻ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ ഷൂറിലേക്കുള്ള വഴിയിലുള്ള ഉറവയുടെ അരികെ അവളെ കണ്ടെത്തി. അവൻ ചോദിച്ചു, സാറായിയുടെ പരിചാരികയായ ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനത്തിയായ സാറായിയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു, നിന്റെ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി നീ അവളുടെ കരങ്ങൾക്ക് കീഴെ എളിമപ്പെടുക. കർത്താവിന്റെ ദൂതൻ അവളോട് തുടർന്നു പറഞ്ഞു, എണ്ണിയാൽ തീരാത്ത വണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ തീർച്ചയായും വർദ്ധിപ്പിക്കും. കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു, ഇതാ നീ ഗർഭവതിയായിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും. ഇസ്മായേൽ എന്ന് നീ അവന് പേരിടണം. കാരണം കർത്താവ് നിന്റെ കഷ്ടത ശ്രവിച്ചിരിക്കുന്നു. കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും അവൻ. അവന്റെ കൈ എല്ലാവർക്കും എതിരെയും എല്ലാവരുടെയും കൈ അവനെതിരെയുമായിരിക്കും. തന്റെ എല്ലാ സഹോദരങ്ങൾക്കുമെതിരായി അവൻ വാസമുറപ്പിക്കും. തന്നോട് സംസാരിച്ച കർത്താവിന് അവൾ അത്ത ഏൽ റോയി എന്ന് പേരിട്ടു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ പിന്നീട് ഞാനും ഇവിടെ വെച്ച് കണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ കിണറിനെ ബേർ ലഹൈ റോയി എന്ന് വിളിച്ചു. അത് കാദേശിനും ബേരദിനും ഇടയ്ക്കാണ്. ഹാഗാർ അബ്രാമിന് ഒരു പുത്രനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തന്റെ പുത്രന് അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹാഗാർ അബ്രാമിന് വേണ്ടി ഇസ്മായിലിനെ പ്രസവിക്കുമ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. ഉൽപ്പത്തി അധ്യായം 17. ഉടമ്പടിയും പരിച്ഛേദനവും. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, പൂർണ്ണനായിരിക്കുക. എൻ്റെ ഉടമ്പടി എനിക്കും നിനക്കുമിടയിൽ ഞാൻ സ്ഥാപിക്കും. ഞാൻ നിന്നെ അത്യധികം വർദ്ധിപ്പിക്കും. അപ്പോൾ അബ്രാം മുഖം മുട്ടെ കുമ്പിട്ടു. ദൈവം അവനോട് ഇപ്രകാരം അരുൾ ചെയ്തു, ഇതാ നിന്നോടുകൂടെ ഞാൻ എൻ്റെ ഉടമ്പടി ചെയ്യുന്നു. നീ ജനതതികളുടെ പിതാവായി തീരും. ഇനിമേൽ നിന്റെ പേര് അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. പ്രത്യുത നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. എന്തെന്നാൽ ഞാൻ നിന്നെ ജനതതികളുടെ പിതാവാക്കിയിരിക്കുന്നു. ഞാൻ നിന്നെ അത്യധികം സന്താനപുഷ്ടിയുള്ളവനാക്കും. നിന്നെ ഞാൻ ജനതകളാക്കിയിരിക്കുന്നു. രാജാക്കന്മാർ നിന്നിൽ നിന്ന് പുറപ്പെടും. ഞാൻ നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാനും നീയും തമ്മിലും നിനക്ക് ശേഷം നിന്റെ സന്തതിയും തമ്മിലും എൻ്റെ ഉടമ്പടി ഞാൻ ഉയർത്തിയിരിക്കുന്നു. അവരുടെ തലമുറകൾക്ക് ഇത് ശാശ്വത ഉടമ്പടിയായിരിക്കും. നിന്റെ പ്രവാസത്തിന്റെ ദേശം കാനാൻ ദേശം മുഴുവനും എന്നേക്കുമുള്ള അവകാശമായി നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും ഞാൻ തരും. അവർക്ക് ഞാൻ ദൈവമായിരിക്കുകയും ചെയ്യും. ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, നീയും നിനക്ക് ശേഷമുള്ള നിന്റെ സന്തതിയും അവരുടെ തലമുറകളും എൻ്റെ ഉടമ്പടി പാലിക്കണം. എനിക്ക് നിങ്ങളോടും നിനക്ക് ശേഷം നിന്റെ സന്തതിയോടുമുള്ളതും നിങ്ങൾ പാലിക്കേണ്ടതുമായ എൻ്റെ ഉടമ്പടി ഇതാണ്. നിങ്ങൾ പുരുഷന്മാരെല്ലാം പരിച്ഛേദനം ചെയ്യപ്പെടണം. നിങ്ങൾ നിങ്ങളുടെ അഗ്രചർമ്മം ഛേദിക്കണം. അത് ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും.
നിങ്ങളിൽ നിങ്ങളുടെ തലമുറകളിൽ 8 ദിവസം പ്രായമായ ഓരോ ആൺകുട്ടിയും, അവൻ നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനത്തിൽപ്പെടാത്ത വിലക്ക് വാങ്ങപ്പെട്ട പരദേശിയോ ആകട്ടെ, പരിച്ഛേദനം ചെയ്യപ്പെടണം. നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും നിശ്ചയമായും പരിച്ഛേദനം ചെയ്യപ്പെടണം. അങ്ങനെ എന്റെ ഉടമ്പടി നിങ്ങളുടെ ശരീരത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായിരിക്കും. അഗ്രചർമ്മം നീക്കം ചെയ്യപ്പെടാത്ത പുരുഷൻ അപരിച്ഛേദിതനാണ്. ആ വ്യക്തി തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. എന്റെ ഉടമ്പടിയാണ് അവൻ ലംഘിച്ചിരിക്കുന്നത്. ഇസഹാക്ക്: ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല നീ വിളിക്കേണ്ടത്, മറിച്ച് അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരികയും ചെയ്യും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളായിത്തീരും. ജനങ്ങളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹം മുഖം മുട്ടെ കുമ്പിട്ടു. എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സുകാരന് കുഞ്ഞ് ജനിക്കുമോ? 90 വയസ്സുകാരി സാറ പ്രസവിക്കുമോ? അബ്രാഹം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായിൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു. ദൈവം അരുൾ ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് പേര് വിളിക്കണം. അവനുമായി ഞാൻ എന്റെ ഉടമ്പടി സ്ഥാപിക്കും. അവനുശേഷം അവന്റെ സന്തതിക്കും വേണ്ടിയുള്ള ശാശ്വത ഉടമ്പടി. ഇസ്മായിലിന് വേണ്ടിയും ഞാൻ നിന്നെ ശ്രവിച്ചിരിക്കുന്നു. ഇതാ, ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു. അവൻ അത്യധികം പെരുകി വർദ്ധിക്കാൻ ഞാൻ ഇടയാക്കും. അവൻ 12 പ്രഭുക്കന്മാർക്ക് ജന്മമേകും. അവനെ ഞാൻ വലിയ ഒരു ജനതയാക്കി സ്ഥാപിക്കും. എന്നാൽ അടുത്ത വർഷം ഈ സമയത്ത് സാറ നിനക്ക് വേണ്ടി പ്രസവിക്കുന്ന ഇസഹാക്കുമായാണ് എന്റെ ഉടമ്പടി ഞാൻ ഉയർത്തുന്നത്. ദൈവം അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് അവനെ വിട്ട് ആരോഹണം ചെയ്തു. ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെട്ടതുപോലെ മകൻ ഇസ്മായിലിനെയും തന്റെ വീട്ടിൽ പിറന്നവരെയും താൻ വില കൊടുത്തു വാങ്ങിയവരെയും തന്റെ ഭവനത്തിലുള്ള സകല പുരുഷന്മാരെയും കൊണ്ടുവന്ന് അവൻ ആ ദിവസം തന്നെ അവരുടെ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്തു. അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യപ്പെടുമ്പോൾ അബ്രാഹത്തിന് 99 വയസ്സായിരുന്നു. അവന്റെ പുത്രൻ ഇസ്മായിലിന് അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യപ്പെടുമ്പോൾ 13 വയസ്സായിരുന്നു. ദിവസമാണ് അബ്രാഹവും മകൻ ഇസ്മായിലും പരിച്ഛേദനം ചെയ്യപ്പെട്ടത്. അവന്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരദേശികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരും അവനോടൊപ്പം പരിച്ഛേദനം ചെയ്യപ്പെട്ടു. ഉൽപ്പത്തി അധ്യായം 18. ദൈവം സന്ദർശിക്കുന്നു. മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം കർത്താവ് അവന് പ്രത്യക്ഷനായി. ദിവസത്തിന് ചൂടേറിയപ്പോൾ അവൻ തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഇതാ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നു. അവരെ കണ്ട മാത്രയിൽ അവൻ അവരെ എതിരേൽക്കാൻ കൂടാരവാതിൽക്കൽ നിന്ന് ഓടിച്ചെന്ന് നിലം പറ്റി കുമ്പിട്ടു. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തിയെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. നിങ്ങളുടെ പാദങ്ങൾ കഴുകി മരച്ചുവട്ടിൽ വിശ്രമിച്ചാലും. നിങ്ങളുടെ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് അപ്പം കൊണ്ടുവരാം. നിങ്ങളുടെ ഹൃദയം ഉന്മേഷമുള്ളതാക്കി യാത്ര തുടരാം. അവർ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ചെയ്യുക. അബ്രാഹം കൂടാരത്തിൽ സാറായിയുടെ അടുത്തേക്ക് കുതിച്ചു. അവൻ പറഞ്ഞു, വേഗം 3 സെയ നേരിയ മാവ് കുഴച്ച് അപ്പമുണ്ടാക്കുക. അബ്രാഹം കാലിക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാലിക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അയാൾ അത് പാകം ചെയ്യാൻ തുടങ്ങി. അവൻ വെണ്ണയും പാലും പാകം ചെയ്ത മാംസവും അവരുടെ മുമ്പിൽ വിളമ്പി. അവർ ഭക്ഷിച്ചു. അവനാകട്ടെ മരച്ചുവട്ടിൽ അവരുടെ സമീപം നിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? ഇതാ കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, വസന്തകാലത്ത് ഞാൻ തീർച്ചയായും നിന്റെ അടുത്ത് മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു പുത്രനുണ്ടായിരിക്കും. അവന്റെ പുറകിലെ കൂടാരവാതിൽക്കൽ സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും വൃദ്ധരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. സാറായിക്ക് സ്ത്രീകളുടെ മുറ നിലച്ചുപോയും ഇരുന്നു. അതിനാൽ സാറ ചിരിക്കുകയും ഇപ്രകാരം ഉള്ളിൽ പറയുകയും ചെയ്തു, എല്ലാം കൊഴിഞ്ഞു തീർന്നപ്പോൾ എനിക്കിനിയും ദാമ്പത്യ സുഖമോ? എന്റെ ഭർത്താവോ വൃദ്ധൻ? കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഞാൻ വൃദ്ധയായിരിക്കുന്നു? വാസ്തവത്തിൽ ഞാൻ ഇനിയും പ്രസവിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് സാറ ചിരിക്കുന്നത്? കർത്താവിന് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തകാലത്ത് ഞാൻ നിന്റെ അടുത്ത് മടങ്ങി വരും. അപ്പോൾ സാറായിക്ക് ഒരു പുത്രനുണ്ടായിരിക്കും. ഞാൻ ചിരിച്ചില്ല എന്ന് സാറ കള്ളം പറഞ്ഞു. എന്തെന്നാൽ അവൾ ഭയന്നിരുന്നു. അവിടുന്ന് പറഞ്ഞു, അല്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. സോദോം ഗമോറായുടെ നാശം.
അനന്തരം ആ വ്യക്തികൾ അവിടെ നിന്ന് എഴുന്നേറ്റ് സോദോമിന് നേരെ താഴേക്ക് നോക്കി. അവരെ യാത്രയാക്കാൻ അബ്രാഹം അവരോടൊപ്പം നടന്നു. കർത്താവ് ആത്മഗതം ചെയ്തു, ഞാൻ ചെയ്യാൻ പോകുന്നത് അബ്രാഹത്തിൽ നിന്ന് മറച്ചു വെക്കേണ്ടതുണ്ടോ? അബ്രാഹം നിശ്ചയമായും മഹത്വം ശക്തവുമായ ഒരു ജനതയായി തീരും. ഭൂമിയിലെ ജനതകളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടും. ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവൻ തന്റെ മക്കളെയും പിന്മുറക്കാരെയും അനുശാസിക്കാനും അതുവഴി അവർ നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ മാർഗം പാലിക്കാനും അങ്ങനെ കർത്താവ് അബ്രാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളവ അവനിൽ പൂർത്തിയാക്കാനുമാണ്. കർത്താവ് പറഞ്ഞു, സോദോമിന്റെയും ഗൊമോറായുടെയും രോദനം തീവ്രവും അവരുടെ പാപം അതീവ ഗുരുതരവുമാണ്. അവർ പ്രവർത്തിച്ചിരിക്കുന്നതൊക്കെയും എന്റെ പക്കലെത്തിയ രോദനം പോലെ തന്നെയാണോ എന്ന് കാണാൻ ഞാൻ ഇറങ്ങിച്ചെല്ലട്ടെ, അല്ലെങ്കിൽ ഞാൻ അറിയട്ടെ. ആ വ്യക്തികൾ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിന് നേരെ നടന്നു. അബ്രാഹാം ആകട്ടെ അപ്പോഴും കർത്താവിന്റെ മുന്നിൽ തന്നെ നിലകൊണ്ടു. അബ്രാഹാം അടുത്തു ചെന്ന് ചോദിച്ചു, ദുഷ്ടനോടൊപ്പം നീതിമാനെയും അങ്ങ് തുടച്ചു നീക്കുമോ? ആ നഗരത്തിനുള്ളിൽ 50 നീതിമാന്മാരുള്ള പക്ഷവും അങ്ങ് അതിനെ തുടച്ചു നീക്കുമോ? അവിടെയുള്ള ആ 50 നീതിമാന്മാരെ പ്രതി ആ പ്രദേശത്തോട് ക്ഷമിക്കില്ലേ? ദുഷ്ടനോടൊപ്പം നീതിമാനെയും സംഹരിക്കുക. അങ്ങിനെ ഒരു കാര്യം ചെയ്യുകയെന്നത് അങ്ങിൽ നിന്ന് അകന്നിരിക്കട്ടെ. നീതിമാനും ദുഷ്ടനും ഒന്നുപോലെയാകുകയെന്നതും അങ്ങിൽ നിന്ന് അകന്നിരിക്കട്ടെ. ഭൂമി മുഴുവന്റെയും വിധി കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? കർത്താവ് അരുൾ ചെയ്തു, സോദോമിൽ ആ നഗരത്തിനുള്ളിൽ 50 നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ പ്രദേശത്തോട് മുഴുവൻ ക്ഷമിക്കും. അബ്രാഹാം മറുപടിയായി പറഞ്ഞു, ഇതാ ഞാൻ എന്റെ നാഥനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ. ഞാനാകട്ടെ പൊടിയും ചാരവും. ഒരു പക്ഷേ നീതിമാന്മാർ 50-ന് 5 കുറവ് വന്നാൽ ആ 5-നെ പ്രതി നഗരം മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ? അവിടെ അരുൾ ചെയ്തു, 45 പേരെ ഞാൻ അവിടെ കണ്ടെത്തുകയാണെങ്കിൽ നശിപ്പിക്കുകയില്ല. അവിടത്തോട് തുടർന്ന് സംസാരിക്കവേ അവൻ പറഞ്ഞു, ഒരു പക്ഷേ അവിടെ 40 പേരെ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ? അവിടുന്ന് അരുൾ ചെയ്തു, ആ 40-നെ പ്രതി ഞാൻ അത് ചെയ്യുകയില്ല. അവൻ പറഞ്ഞു, എന്റെ യജമാനൻ കോപിക്കരുതേ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരു പക്ഷേ അവിടെ 30 പേരെ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ? അവിടുന്ന് അരുൾ ചെയ്തു, അവിടെ ഞാൻ 30 പേരെ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എങ്കിൽ ഞാനത് ചെയ്യുകയില്ല. അവൻ പറഞ്ഞു, ഇതാ ഞാൻ എന്റെ യജമാനനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ. ഒരു പക്ഷേ 20 പേരെ മാത്രമേ അവിടെ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ? അവിടുന്ന് അരുൾ ചെയ്തു, ആ 20 പേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, എന്റെ യജമാനൻ കോപിക്കരുതേ, ഈ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരു പക്ഷേ 10 പേരെ മാത്രമേ അവിടെ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ? അവിടുന്ന് അരുൾ ചെയ്തു, ആ 10 പേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് യാത്രയായി. അബ്രാഹവും സ്വസ്ഥാനത്തേക്ക് മടങ്ങി. ഉൽപ്പത്തി അധ്യായം 19. സോദോമിന്റെ പാപം. വൈകുന്നേരം ആ 2 ദൂതന്മാർ സോദോമിലെത്തി. ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് എതിരേൽക്കാനായി എഴുന്നേറ്റ് നിലം പറ്റി മുഖം താഴ്ത്തി വണങ്ങി. അവൻ പറഞ്ഞു, എന്റെ യജമാനന്മാരെ, ഇതാ നിങ്ങളുടെ ദാസന്റെ വീട്ടിലേക്ക് വന്ന് രാപ്പാർത്താലും നിങ്ങളുടെ കാലുകൾ കഴുകിയാലും എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകാം. അപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ തെരുവിൽ രാത്രി കഴിച്ചുകൊള്ളാം. എന്നാൽ അവൻ ഏറെ നിർബന്ധിച്ചപ്പോൾ അവർ അവന്റെ നേരെ തിരിഞ്ഞ് അവന്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പവും ചുട്ടു. അവർ ഭക്ഷിച്ചു. അവർ കിടക്കും മുമ്പേ നഗരത്തിലെ ആളുകൾ, യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെ, അവസാനത്തെ ആളുൾപ്പെടെ സോദോമിലുള്ള എല്ലാ പുരുഷന്മാരും കൂടി ആ വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ച് അവനോട് ചോദിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന ആളുകൾ എവിടെ? ഞങ്ങൾ അവരുമായി രമിക്കേണ്ടതിന് അവരെ ഞങ്ങളുടെ അടുത്ത് പുറത്തു കൊണ്ടുവരിക. ലോത്ത് അവരുടെ അടുത്ത് വാതിൽക്കലേക്ക് ചെന്നു. അവൻ പുറത്തു കടന്ന് കതകടച്ചു. അവൻ പറഞ്ഞു, അരുത്, എന്റെ സഹോദരരെ, തിന്മ ചെയ്യരുത്. നോക്കൂ, പുരുഷനെ അറിയാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്. ഞാൻ അവരെ നിങ്ങളുടെ പക്കലേക്ക് പുറത്തു കൊണ്ടുവരാം. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ അവരോട് ചെയ്തു കൊള്ളുക. പക്ഷേ ഈ ആളുകളോട് മാത്രം ഒന്നും ചെയ്യരുത്. എന്തെന്നാൽ അവർ എന്റെ മേൽക്കൂരയുടെ തണലിൽ വന്നവരാണ്. അവർ അലറി, മാറി നിൽക്കൂ. തുടർന്ന് അവർ പറഞ്ഞു, വിപ്രവാസത്തിന് വന്നവൻ ന്യായം വിധിക്കാൻ മുതിരുന്നുവോ? ഇപ്പോൾ അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോട് ഞങ്ങൾ പെരുമാറും. അവർ ലോത്തിനെ ശക്തിയോട് തള്ളി വാതിൽ തല്ലിപ്പൊളിക്കാൻ അടുത്തു ചെന്നു. അപ്പോൾ ആ അതിഥികൾ തങ്ങളുടെ കൈ നീട്ടി ലോത്തിനെ അടുത്തേക്ക് വലിച്ച് വീടിനുള്ളിലാക്കി വാതിലടച്ചു. എന്നിട്ട് അവർ വീട്ടുവാതിൽക്കലുണ്ടായിരുന്ന പുരുഷന്മാരെ, ചെറിയവൻ മുതൽ വലിയവൻ വരെ, അന്ധതയാൽ പ്രഹരിച്ചു.
അവർ വാതിൽ കണ്ടെത്താതെ വലഞ്ഞു. ആ അതിഥികൾ ലോത്തിനോട് ആരാഞ്ഞു, ഇവിടെ നിനക്ക് സ്വന്തക്കാർ വേറെയുണ്ടോ? മരുമകനോ നിന്റെ പുത്രന്മാരോ പുത്രിമാരോ ആരുമാകട്ടെ, ഈ നഗരത്തിൽ നിനക്കുള്ളവരെ ഈ പ്രദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുവിൻ. എന്തെന്നാൽ ഈ പ്രദേശം ഞങ്ങൾ നശിപ്പിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ മുൻപിൽ അവയുടെ രോദനം വലുതാകിയാൽ ഇവിടെ നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുന്നു. ലോത്ത് പുറത്തു ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്ന തന്റെ മരുമക്കളെ കാര്യം അറിയിച്ചു. അവൻ പറഞ്ഞു, എഴുന്നേറ്റ് ഇവിടം വിടുവീൻ, എന്തെന്നാൽ കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോകുകയാണ്. എന്നാൽ അവന്റെ മരുമക്കളുടെ ദൃഷ്ടിയിൽ അതൊരു തമാശ പോലെയായിരുന്നു. ലോത്ത് സോദോം വിടുന്നു. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് നിർബന്ധിച്ചു പറഞ്ഞു, എഴുന്നേൽക്കൂ, നിന്റെ ഭാര്യയെയും ഇപ്പോഴുള്ള നിന്റെ 2 പെൺമക്കളെയും കൂടെ കൂട്ടുക, അല്ലെങ്കിൽ നഗരത്തിന്റെ ശിക്ഷയിൽ നീയും തുടച്ചു നീക്കപ്പെടും. എന്നാൽ മടിച്ചു നിന്നപ്പോൾ അയാളോടുള്ള കർത്താവിന്റെ അനുകമ്പ കൊണ്ട് ആ ആളുകൾ അയാളുടെ കയ്യിലും ഭാര്യയുടെ കയ്യിലും 2 പുത്രിമാരുടെ കയ്യിലും മുറുകെ പിടിച്ച് അയാളെ നഗരത്തിന് പുറത്തു കൊണ്ടുവിട്ടു. അവരെ പുറത്തു കൊണ്ടു ചെന്നാക്കുമ്പോൾ അവൻ പറഞ്ഞു, നിന്റെ പ്രാണനെ പ്രതി തിടുക്കം കൂട്ടുക, നിന്റെ പിന്നിലേക്ക് നോക്കരുത്, സമതലത്തിൽ ഒരിടത്തും നിൽക്കരുത്, മലയിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നീ തുടച്ചു നീക്കപ്പെടും. ലോത്ത് അവരോട് പറഞ്ഞു, എന്റെ യജമാനന്മാരെ, അരുതേ, ഇതാ അങ്ങയുടെ ദാസൻ ഇപ്പോൾ അങ്ങയുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുകയാണല്ലോ. മാത്രമല്ല എന്റെ ജീവൻ സംരക്ഷിക്കാൻ എന്നോട് അങ്ങ് ചെയ്ത കാരുണ്യം അങ്ങ് വിശാലമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ആപത്തെന്നെ പിടികൂടി ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് മലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുകയില്ല. നോക്കൂ, ആ പട്ടണം ഓടിയെത്താൻ മാത്രം സമീപസ്ഥമാണ്, അത് ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ, അത് ചെറുതാണല്ലോ. അങ്ങനെ എൻ്റെ ജീവൻ നിലനിൽക്കട്ടെ. അവൻ അയാളോട് പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ അംഗീകരിക്കുന്നു. നീ പറഞ്ഞ പട്ടണം നശിപ്പിക്കുന്നത് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. വേഗമാവട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. അങ്ങനെ ആ പട്ടണത്തിന് സോവാർ എന്നു പേരുണ്ടായി. സോദോം ഗൊമോറയുടെ നാശം. ലോത്ത് സോവാറിൽ എത്തിയപ്പോഴേക്കും ഭൂമിയുടെ മേൽ സൂര്യൻ ഉദിച്ചിരുന്നു. കർത്താവ് സോദോമിന്റെ മേലും ഗൊമോറയുടെ മേലും ആകാശത്തിൽ നിന്ന് കർത്താവിന്റെ പക്കൽ നിന്ന് ഗന്ധകവും അഗ്നിയും വർഷിച്ചു. ആ പട്ടണങ്ങളെയും സമതലം മുഴുവനെയും പട്ടണവാസികളേവരെയും മണ്ണിൽ മുളച്ചവയെയും അവിടുന്ന് ഉന്മൂലനം ചെയ്തു. അയാളുടെ ഭാര്യ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. അവൾ ഒരു ഉപ്പ് തൂണാവുകയും ചെയ്തു. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ മുമ്പിൽ താൻ നിന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ സോദോമിന്റെയും ഗൊമോറയുടെയും സമതല പ്രദേശം മുഴുവന്റെയും നേർക്ക് താഴേക്ക് നോക്കി. ഇതാ, തീച്ചുളയിലെ പുകയെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക ഉയരുന്നത് അവൻ കണ്ടു. മോവാബ്യർ, അമ്മോന്യർ. ദൈവം സമതല പ്രദേശങ്ങളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ അബ്രാഹത്തെ ഓർത്തു. അതിനാൽ ലോത്ത് പാർത്തിരുന്ന നഗരങ്ങളെ ഉന്മൂലനം ചെയ്തപ്പോൾ വിനാശത്തിന്റെ നടുവിൽ നിന്ന് ദൈവം ലോത്തിനെ ഒഴിവാക്കി. സോവാറിൽ പാർക്കാൻ ഭയമായിരുന്നതുകൊണ്ട് ലോത്ത് സോവാറിൽ നിന്ന് മലയിൽ കയറി പാർത്തു. അവന്റെ 2 പുത്രിമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവനും അവന്റെ 2 പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു. മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി, നാട്ടുനടപ്പനുസരിച്ച് നമ്മെ പ്രാപിക്കാൻ ഒരു പുരുഷനും ഭൂമിയിലില്ല. വരൂ, നമ്മുടെ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ പിതാവിൽ നിന്ന് സന്തതിയെ നിലനിർത്താം. ആ രാത്രി അവർ തങ്ങളുടെ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ ചെന്ന് തന്റെ പിതാവിനോടുകൂടി ശയിച്ചു. അവൾ കിടന്നപ്പോഴോ എഴുന്നേറ്റപ്പോഴോ അവൻ അറിഞ്ഞില്ല. പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നോക്കൂ, ഇന്നലെ ഞാൻ എൻ്റെ പിതാവിനോടുകൂടെ ശയിച്ചു. ഇന്ന് രാത്രി നമുക്കവനെ വീഞ്ഞു കുടിപ്പിക്കാം. എന്നിട്ട് നീ ചെന്ന് അവനോടുകൂടെ ശയിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ പിതാവിൽ നിന്ന് സന്തതിയെ നിലനിർത്താം. ആ രാത്രിയും അവർ തങ്ങളുടെ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയവൾ എഴുന്നേറ്റ് അവനോടുകൂടെ ശയിച്ചു. അവൾ കിടന്നപ്പോഴോ എഴുന്നേറ്റപ്പോഴോ അവൻ അറിഞ്ഞില്ല. അങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭം ധരിച്ചു. മൂത്തവൾ ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ മോവാബ് എന്ന് അവന് പേരിട്ടു. ഇന്നുവരെയും അവനെയാണ് മോവാബുകാരുടെ പിതാവായി കരുതുന്നത്. ഇളയവളും ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ അവന് ബെൻ അമ്മി എന്ന് പേരിട്ടു. ഇന്നുവരെയും അവനെയാണ് അമ്മോന്യരുടെ പിതാവായി കരുതുന്നത്. ഉൽപ്പത്തി അധ്യായം 20. അബ്രാഹവും അബിമലേക്കും. അബ്രാഹം അവിടെ നിന്ന് നെഗബ് പ്രദേശത്തേക്ക് യാത്ര തിരിച്ച് കാദേശിനും ഷൂറിനും ഇടയ്ക്ക് വാസമുറപ്പിച്ചു. അവൻ ഗരാറിൽ പ്രവാസിയായി കഴിഞ്ഞു.
അബ്രാഹം ഭാര്യ സാറായെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണ് എന്നത്രേ പറഞ്ഞത്. ഗെരാറിലെ രാജാവായ അബിമേലെക്ക് സാറായെ വരുത്തി സ്വന്തമാക്കി. ആ രാത്രി സ്വപ്നത്തിൽ ദൈവം അബിമേലെക്കിനെ സമീപിച്ച് അവനോട് പറഞ്ഞു, നോക്കൂ, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ മരിക്കും, കാരണം അവൾ ഭർതൃമതിയാണ്. അബിമേലെക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു. അവൻ ചോദിച്ചു, പ്രഭോ, നീതിനിഷ്ഠമായ ഒരു ജനതയെയും അങ്ങ് വധിക്കുമോ? അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അവൻ എൻ്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു. പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല കരങ്ങളോടും കൂടിയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ദൈവം അവനോട് സ്വപ്നത്തിൽ അരുൾ ചെയ്തു, പരമാർത്ഥ ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കും അറിയാം. എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ തന്നെയാണ് നിന്നെ തടഞ്ഞത്. അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത്. ഇപ്പോൾ ആ മനുഷ്യന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക, കാരണം അവൻ ഒരു പ്രവാചകനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ ജീവിക്കുകയും ചെയ്യും. തിരിച്ചേൽപ്പിക്കാത്ത പക്ഷം നീയും നിനക്കുള്ളവരൊക്കെയും തീർച്ചയായും മരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. അബിമേലെക്ക് അതിരാവിലെ എഴുന്നേറ്റ് തന്റെ സേവകരെ മുഴുവൻ വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം അവർ കേൾക്കെ വിവരിച്ചു. ആ ആളുകൾ ഏറെ ഭയപ്പെട്ടു. അബിമേലെക്ക് അബ്രാഹത്തെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ എന്താണ് ഞങ്ങളോട് ചെയ്തത്? നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെയും എൻ്റെ രാജ്യത്തിന്റെയും മേൽ ഇത്രയും വലിയ പാപം വരുത്തി വെച്ചത്? ചെയ്യരുതാത്ത പ്രവൃത്തികളാണ് നീ എന്നോട് ചെയ്തിരിക്കുന്നത്. അബിമേലെക്ക് അബ്രാഹത്തോട് വീണ്ടും ചോദിച്ചു, എന്ത് കണ്ടിട്ടാണ് നീ ഇക്കാര്യം ചെയ്തത്? അബ്രാഹം പ്രത്യുത്തരിച്ചു, ഈ നാട്ടിൽ ദൈവഭയം തീരെയില്ലെന്നും എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്നും ഞാൻ കരുതി. വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരി തന്നെയാണ്, എൻ്റെ പിതാവിൻ്റെ മകൾ തന്നെ. പക്ഷേ എൻ്റെ മാതാവിൻ്റെ മകളല്ല. അവൾ എനിക്ക് ഭാര്യയുമായി. എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എന്നോട് കാണിക്കേണ്ട കാരുണ്യം ഇതാണ്. നമ്മൾ പോകുന്ന ദേശത്തെല്ലാം ഇവൻ എൻ്റെ സഹോദരനാണ് എന്ന് എന്നെക്കുറിച്ച് നീ പറയണം. അപ്പോൾ അബിമേലെക്ക് ആടുമാടുകളെയും ദാസന്മാരെയും പരിചാരികമാരെയും കൊണ്ടുവന്ന് അബ്രാഹത്തിന് കൊടുത്തു. അവന് ഭാര്യ സാറായെ തിരിച്ചു നൽകുകയും ചെയ്തു. അബിമേലെക്ക് പറഞ്ഞു, ഇതാ എൻ്റെ നാട് നിന്റെ മുൻപിൽ, നിന്റെ ദൃഷ്ടികളിൽ നല്ല ഇടത്ത് പാർത്തുകൊള്ളുക. സാറായോട് അവൻ പറഞ്ഞു, ഇതാ 1000 വെള്ളി നാണയം നിന്റെ സഹോദരന് ഞാൻ കൊടുക്കുന്നു. അത് നിന്നോടൊപ്പമുള്ളവർക്കും മറ്റെല്ലാവർക്കും നിന്നെ സംബന്ധിച്ച് നൈർമല്യത്തിനുള്ള സാക്ഷ്യമായിരിക്കും. നീ നിർദോഷിയാണ്. അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബിമേലെക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യപ്പെടുത്തി അവർക്ക് സന്താനങ്ങൾ ജനിക്കുകയും ചെയ്തു. എന്തെന്നാൽ അബ്രാഹത്തിന്റെ ഭാര്യ സാറായുടെ കാര്യത്തെ പ്രതി കർത്താവ് അബിമേലെക്കിന്റെ അന്തഃപുരത്തിലെ ഓരോ ഗർഭപാത്രവും തീർത്തും അടച്ചിരുന്നു. സങ്കീർത്തനങ്ങൾ 18 മുതൽ 20 വരെ. സങ്കീർത്തനം 18. വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രം. അവൻ പറഞ്ഞു, എൻ്റെ ബലമായ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവാണ് എൻ്റെ ശിലയും എൻ്റെ ദുർഗവും എൻ്റെ വിമോചകനും. ഞാൻ അഭയം തേടുന്നവനായ എൻ്റെ തമ്പുരാനും എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയുടെ കൊമ്പും എൻ്റെ കോട്ടയും. സ്തുത്യനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. മരണപാശങ്ങൾ എന്നെ വരിഞ്ഞു. വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ കീഴ്പ്പെടുത്തി. പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. മരണക്കുരുക്കുകൾ എന്നെ നേരിട്ടു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി കേണു. തൻ്റെ ആലയത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ സ്വരം കേട്ടു. തിരുമുൻപിലെ എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഭൂമി കുലുങ്ങി വിറച്ചു. മലകളുടെ അടിസ്ഥാനങ്ങൾ ശോഭിച്ചു. അവിടുത്തേക്ക് കോപമുണ്ടായതിനാൽ അവ കുലുങ്ങി. അവിടുത്തെ നാസികയിലൂടെ ധൂപം ഉയർന്നു. അവിടുത്തെ വായിൽ നിന്ന് അഗ്നി കത്തിപ്പടർന്നു. അവിടുന്ന് നിന്ന് കനലുകൾ ആളിക്കത്തി. ആകാശങ്ങൾ ചായ്ച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. അവിടുത്തെ കാലുകൾക്ക് കീഴെ കാർമേഘമായിരുന്നു. കെരൂബിന്മേൽ സവാരി ചെയ്ത് അവിടുന്ന് പറന്നു. കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് ചീറിപ്പാഞ്ഞു. അവിടുന്ന് തനിക്ക് ചുറ്റും ആവരണമായി അന്ധകാരപ്പന്തൽ ചമച്ചു. ജലനിബിഡമായ വാനമേഘങ്ങൾ. തിരുമുൻപിലെ തേജസ്സിൽ നിന്ന് കന്മഴയും തീക്കനലും മേഘങ്ങൾ ഭേദിച്ചു. കർത്താവ് ആകാശങ്ങളിൽ ഇടിമുഴക്കി. അത്യുന്നതൻ തന്റെ ശബ്ദം പുറപ്പെടുവിച്ചു. കന്മഴയും തീക്കനലുകളും. അവിടുന്ന് അമ്പുകൾ അയച്ച് അവരെ ചിതറിച്ചു. മിന്നൽ പിണറുകൾ വർദ്ധിപ്പിച്ച് അവരെ പായിച്ചു. കർത്താവേ, അങ്ങയുടെ ശാസനത്താൽ
അങ്ങയുടെ നാസികയുടെ നിശ്വാസവായുവാൽ സമുദ്രത്തിന്റെ ഉൾച്ചാലുകൾ ദൃശ്യമായി. ഉലകത്തിന്റെ അടിത്തറകൾ അനാവൃതമായി. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ എടുത്തു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. എൻ്റെ ബലിഷ്ഠ ശത്രുവിൽ നിന്നും എൻ്റെ വിദ്വേഷകരിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. എന്തെന്നാൽ അവർ എന്നേക്കാൾ ശക്തരായിരുന്നു. എൻ്റെ ദുർദിനത്തിൽ അവർ എന്നെ എതിരിട്ടു. എന്നാൽ കർത്താവ് എനിക്ക് ആലംബമായി തീർന്നു. അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിടുവിച്ചു. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ വഴികൾ ഞാൻ കാത്തു സൂക്ഷിച്ചു. എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ തിന്മ ചെയ്തകന്നില്ല. എന്തെന്നാൽ അവിടുത്തെ ന്യായവിധിയെല്ലാം എൻ്റെ മുൻപിലുണ്ടായിരുന്നു. അവിടുത്തെ ചട്ടങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തോടൊപ്പം ഞാൻ തികവുറ്റവനായിരുന്നു. കുറ്റത്തിൽ നിന്ന് ഞാൻ സ്വയം കാത്തു സൂക്ഷിച്ചു. എൻ്റെ നീതിക്കൊത്ത് അവിടുത്തെ കൺമുൻപിൽ എൻ്റെ കൈകളുടെ നിഷ്കളങ്കതയ്ക്കൊത്ത് കർത്താവ് എനിക്ക് പകരം തന്നു. കരുണയുള്ളവനോട് അങ്ങ് കാരുണ്യം കാട്ടുന്നു. തികവുറ്റ മനുഷ്യനോട് അങ്ങ് തികവോടെ പെരുമാറുന്നു. നിർമ്മലനോട് അങ്ങ് നൈർമല്യം പുലർത്തുന്നു. വക്രബുദ്ധിയോട് അങ്ങ് കുശാഗ്ര ബുദ്ധി കാട്ടുന്നു. എളിയ ജനത്തെ അങ്ങ് തീർച്ചയായും രക്ഷിക്കുന്നു. ഗർവിഷ്ഠ നയനങ്ങളെ അങ്ങ് താഴ്ത്തുന്നു. കർത്താവേ, അങ്ങ് തീർച്ചയായും എൻ്റെ ദീപം തെളിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം ദീപ്തമാക്കുന്നു. തീർച്ചയായും അങ്ങ് മുഖേന ഞാൻ സൈന്യനിര ഭേദിക്കും. എൻ്റെ ദൈവം മുഖേന ഞാൻ കോട്ട ചാടിക്കടക്കും. തമ്പുരാന്റെ വഴി പരിപൂർണമാണ്. കർത്താവിൻ്റെ വചസ്സ് അഗ്നിശുദ്ധി ചെയ്യപ്പെട്ടതാണ്. തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് പരിചയമാണ്. എന്തെന്നാൽ കർത്താവല്ലാതെ ആരാണ് ദൈവം? നമ്മുടെ ദൈവമല്ലാതെ മറ്റാരാണ് ശില? ശക്തി കൊണ്ട് എന്നെ അരമുറക്കുന്ന തമ്പുരാൻ, അവിടുന്ന് എൻ്റെ മാർഗം തികവുറ്റതാക്കുന്നു. അവിടുന്ന് എൻ്റെ കാലുകൾ മാൻപേടകളുടേതിന് സമമാക്കി. എൻ്റെ ഉന്നതഗിരികളിൽ എന്നെ നിർത്തി. എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധത്തിനായി പരിശീലിപ്പിച്ചു. എൻ്റെ കരങ്ങളാൽ അവിടുന്ന് പിച്ചള വില്ല് കുലപ്പിച്ചു. അങ്ങേ രക്ഷയുടെ പരിച അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങയുടെ ദീനദയാലുത്വം എന്നെ വലിയവനാക്കി. അങ്ങേ വലതു കൈ എന്നെ താങ്ങി നിർത്തി. എൻ്റെ കാലടിപ്പാത അങ്ങ് വിശാലമാക്കി. എൻ്റെ കണങ്കാലുകൾ വഴുതിയതുമില്ല. എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്നു പിടിച്ചു. അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു. അവർ എൻ്റെ കാൽ കീഴിൽ നിബദിച്ചു. യുദ്ധത്തിനായി അങ്ങ് എന്നെ ശക്തി കൊണ്ട് അരമുറുക്കി. എൻ്റെ പ്രതിയോഗികളെ എനിക്ക് കീഴിൽ മുട്ടുകുത്തിച്ചു. എൻ്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടാൻ അങ്ങ് ഇടയാക്കി. എന്നെ വെറുക്കുന്നവരായതിനാൽ അവരെ ഞാൻ നശിപ്പിച്ചു. അവർ സഹായത്തിനായി കേണു, എന്നാൽ അവർക്ക് രക്ഷകനില്ലായിരുന്നു. കർത്താവിനോടും കേണു, എന്നാൽ അവിടുന്ന് അവർക്ക് ഉത്തരമേകിയില്ല. കാറ്റിൻ്റെ മുൻപിൽ പൂഴി എന്ന പോലെ ഞാൻ അവരെ പൊടിച്ചു. തെരുവുകളിലെ ചളി പോലെ അവരെ കോരിക്കളഞ്ഞു. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് അങ്ങെന്നെ മോചിപ്പിച്ചു. ജനതകളുടെ തലവനായി അങ്ങെന്നെ നിയോഗിച്ചു. എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു. കർണശ്രുതി മാത്രയിൽ അവർ എന്നെ അനുസരിച്ചു. വിദേശീയർ എന്നോട് അതിവിനയം കാട്ടി. വിദേശീയർക്ക് ധൈര്യമറ്റു. തങ്ങളുടെ കോട്ടകളിൽ നിന്ന് അവർ വിറപൂണ്ട് പുറത്തു വന്നു. കർത്താവ് ജീവിക്കുന്നു. എൻ്റെ ശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ദൈവം ഉയർന്നു നിൽക്കട്ടെ. എനിക്ക് വേണ്ടി പകരം വീട്ടുന്ന ദൈവം ജനങ്ങളെ എനിക്ക് കീഴ്പ്പെടുത്തി. എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. അതെ, എൻ്റെ പ്രതിയോഗികളിൽ നിന്ന് അങ്ങ് എന്നെ ഉയർത്തി. അക്രമിയിൽ നിന്ന് അങ്ങ് എന്നെ വിമോചിപ്പിച്ചു. ആകയാൽ കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ നാമത്തിന് ഞാൻ കീർത്തനം ആലപിക്കും. തൻ്റെ രാജാവിൻ്റെ വിജയങ്ങൾ അവിടുന്ന് മഹത്വമുറ്റതാക്കുന്നു. തൻ്റെ അഭിഷിക്തന് അവിടുന്ന് കരുണ ചെയ്യുന്നു. എന്നേക്കും ദാവീദിനും അവൻ്റെ സന്തതിക്കും തന്നെ. സങ്കീർത്തനം 19. പ്രപഞ്ചവും നിയമവും ദൈവമഹത്വം ഉദ്ഘോഷിക്കുന്നു. ആകാശം ദൈവമഹത്വം വിവരിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേല വർണ്ണിക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വചനങ്ങളില്ല. അവയുടെ ശബ്ദം ശ്രവ്യവുമല്ല. അവയുടെ നാദശൃംഖല ഭൂമി മുഴുവനിലേക്കും പുറപ്പെടുന്നു. അവയുടെ വചസ്സുകൾ ലോകത്തിൻ്റെ അതിർത്തിയിലേക്കും. അവയിൽ അവിടുന്ന് സൂര്യന് ഒരു കൂടാരം സ്ഥാപിച്ചിരിക്കുന്നു. അവൻ മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളനെ പോലെയാണ്. ഓട്ടക്കളത്തിൽ ഓടുന്ന കരുത്തിനെ പോലെ അവൻ പ്രസന്നനാണ്. ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്നാണ് അവൻ്റെ പുറപ്പാട്. അവയുടെ അതിർത്തികൾക്ക് മീതെയാണ് അവൻ്റെ അയനം.
അവൻ്റെ ചൂടിൽ നിന്ന് ഒന്നും മറയ്ക്കപ്പെടുന്നില്ല. കർത്താവിൻ്റെ നിയമം പരിപൂർണമാണ്, അത് ആത്മാവിനെ ഊർജ്ജസ്വലമാക്കുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. കർത്താവിൻ്റെ പ്രമാണങ്ങൾ പരമാർത്ഥമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പന തെളിവുറ്റതാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കർത്തൃഭയം ശുദ്ധിയുള്ളതാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ ന്യായവിധികൾ സത്യമാണ്, അവ ഒന്നടങ്കം നീതി നിവർത്തിക്കുന്നു. അവ പൊന്നിനെയും തങ്കത്തേക്കാൾ അത്യഭികാമ്യമാണ്, അവ തേനിനെയും കിനിയുന്ന തേൻകട്ടയേക്കാൾ മധുരമാണ്. അവയാലാണ് ഈ ദാസനും പ്രകാശിതനാകുന്നത്. അവ പാലിക്കുന്നവർക്ക് ഏറെ സമ്മാനമുണ്ട്. എന്നാൽ അബദ്ധങ്ങൾ ആർക്ക് ബോധ്യപ്പെടും? നിഗൂഢമായവയിൽ നിന്ന് എന്നെ കുറ്റവിമുക്തനാക്കണമേ. ഒപ്പം ധിക്കാരികളിൽ നിന്ന് അങ്ങയുടെ ദാസനെ മാറ്റി നിർത്തണമേ. അവ എന്നെ ഭരിക്കാതിരിക്കട്ടെ, അപ്പോൾ ഞാൻ തികവുറ്റവനായിരിക്കും. മഹാപരാധത്തിൽ നിന്ന് കുറ്റവിമുക്തനുമായിരിക്കും. എൻ്റെ ശിലയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, അധരോക്തികളും ഹൃദയവിചാരങ്ങളും തിരുമുമ്പിൽ പ്രീതികരമായി ഭവിക്കട്ടെ. സങ്കീർത്തനം 20. രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആശംസയും. നിന്റെ കഷ്ടതയുടെ ദിവസം കർത്താവ് നിനക്ക് ഉത്തരമേകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തി നിർത്തട്ടെ. നിന്റെ സഹായം അവിടുന്ന് വിശുദ്ധ സ്ഥലത്തു നിന്ന് അയക്കട്ടെ. സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ. നിന്റെ ധാന്യയാഗങ്ങൾ അവിടുന്ന് സ്മരിക്കട്ടെ. നിന്റെ ഹോമയാഗം അവിടുന്ന് സ്വീകരിക്കട്ടെ. നിന്റെ അഭിലാഷമനുസരിച്ച് അവിടുന്ന് നിനക്ക് നൽകട്ടെ. നിന്റെ ഓരോ പദ്ധതിയും അവിടുന്ന് നിറവേറ്റട്ടെ. നിന്റെ രക്ഷയിൽ ഞങ്ങൾ ആരവം മുതിർക്കട്ടെ. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ പതാക പാറിക്കും. കർത്താവ് നിന്റെ അപേക്ഷകളെല്ലാം നിറവേറ്റട്ടെ. കർത്താവ് തന്റെ അഭിഷിക്തനെ രക്ഷിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവിടുന്ന് തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് വലം കൈയുടെ രക്ഷാവീരകൃത്യങ്ങളാൽ അവന് ഉത്തരമരുളും. ചിലർ രഥത്തോടെയും മറ്റു ചിലർ കുതിരകളോടെയുമാണ് വരുന്നത്. ഞങ്ങളാകട്ടെ കർത്താവിന്റെ നാമത്തിലാണ്, ഞങ്ങളുടെ ദൈവത്തെയാണ് ഞങ്ങൾ സ്തുതിക്കുന്നത്. അവർ തകർന്നടിഞ്ഞു വീഴും, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. കർത്താവേ, രാജാവിനെ സഹായിക്കണമേ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദിനത്തിൽ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ.